സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന 27ാം രാവ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റംദാനിലെ ഏറ്റവും സവിശേഷമായ രാത്രിയെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. മക്കയിലെയും മദീനയിലെയും ഹറം പള്ളികളിലേക്ക് വിശ്വാസികളുടെ വലിയ പ്രവാഹമാണ്. ليلة القدر خير من ألف شهر. വിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രിയെക്കുറിച്ചുള്ള ഈ വചനങ്ങളോടെയാണ് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം വിശ്വാസികൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് വിശേഷിക്കപ്പെട്ട ഈ രാത്രിയെ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ആരാധനാകർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന ഈ പുണ്യരാവിനെ ആരാധനകൾ കൊണ്ട് സജീവമാക്കുകയാണ് വിശ്വാസികൾ. സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിദേശ തീർത്ഥാടകരുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ടെങ്കിലും സൗദിയിലെ ആഭ്യന്തര തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് മക്കയിലും മദീനയിലുമുണ്ട്. ഹറം പള്ളിയിൽ ഏറ്റവും വലിയ ജനബാഹുല്യം അനുഭവപ്പെടുന്ന ദിനം കൂടിയാണ് 27ാം രാവ്. ഉംറ നിർവഹിച്ചും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും മനമുരുകിയുള്ള പാപമോചന പ്രാർത്ഥനകളിൽ മുഴുകിയും തീർത്ഥാടകർ പുലരുവോളം ഹറം പള്ളിയിൽ ചെലവഴിക്കുന്നു. തറാവീഹ്, തഹജ്ജുദ് നമസ്കാരങ്ങൾക്കായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഒത്തുചേരുന്നത്. മക്കയിലും മദീനയിലും തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലോക സമാധാനത്തിനും മാനവികതയ്ക്കുമുള്ള പ്രാർത്ഥനകളാൽ ഈ പുണ്യരാവ് ധന്യമാവുകയാണ്. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.